ആകെ ലഭിച്ച അപേക്ഷകൾ 3 ഒന്നാം സ്ഥാനത്ത് കൊല്ലം ജില്ലയിലെ Q1170 കൊട്ടാരക്കര താലൂക്ക് കാഷ്യൂ ഗ്രോവേഴ്സ് പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് സഹകരണ സംഘം. രണ്ടാം സ്ഥാനം കോഴിക്കോട് ജില്ലയിലെ ദി നോർത്ത് മലബാർ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി ലിമിറ്റഡ് നമ്പർ F1003. മൂന്നാം സ്ഥാനത്ത് കണ്ണൂർ ജില്ലയിലെ റീജിയണൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ പ്രൊഡ്യൂസേഴ്സ് സഹകരണ മാർക്കറ്റിംഗ് സംഘം ക്ലിപ്തൻ നമ്പർ C816. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സഹകാരിക്കുള്ള റോബർട്ട് ഓവൻ പുരസ്കാരം പെരുമ്പ SEB പാലക്കാട് നിന്നുള്ള ശ്രീ കെ എ ചന്ദ്രൻ, MLA കൂടിയായ ശ്രീ കെ എ ചന്ദ്രനാണ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സഹകാരിക്കുള്ള പെരുവമ്പ് SEB പാലക്കാട് പെരുവമ്പ ശ്രീ കെ എ ചന്ദ്രൻ. പ്രത്യേക പുരസ്കാരം സ്പെഷ്യൽ ജൂറി അവാർഡ് കൊടുത്തിരിക്കുന്നത് ശ്രീ KV നാരായണനാണ്. ഹോസ്ദുർഗ് പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് 1974. കോ ഓപ്പ് ഡേ പുരസ്കാരം 2026. സംഘത്തിന്റെ പേര് ഒറ്റൂർ SEB ക്ലിപ്തൻ നമ്പർ 976 തിരുവനന്തപുരത്തിനാണ്. ഇതിന്റെ ഒരു പ്രോസസ്സിന് നേതൃത്വം കൊടുത്തത് സഹകരണ രജിസ്ട്രാർ ഉൾപ്പെടുന്ന 7-അംഗ സമിതിയാണ്. സംസ്ഥാനത്തെ പ്രമുഖ സഹകരണ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന സഹകാരികൾ ഉൾപ്പെടെയുള്ള എന്നതിനെക്കുറിച്ച് മറുപടി പറയാൻ കഴിയുന്നതല്ല. സഹകരണ മേഖലയിൽ എടുക്കുന്ന ഓരോ തീരുമാനവും സുചിന്തിതമായിരിക്കും. കാരണം നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ. അപ്പം അതുകൊണ്ട് അത്തരമൊരു നയത്തെക്കുറിച്ച് എനിക്ക് മുൻകൂറായിട്ട് ഇപ്പോൾ പറയാനായിട്ട് സാധ്യമല്ല. ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും സഹകരണ മേഖലയിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത്, കൂടുതൽ ആളുകളെ സഹകരണ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുകയും ജാഗ്രതയോടെ പെരുമാറുകയും ചെയ്യുന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ സഹകരണ പ്രസ്ഥാനങ്ങൾ എന്നത് പിടിച്ചെടുക്കാനുള്ളൊരു തലത്തിലേക്ക് ആകരുത് എന്നുള്ളതാണ് ഒരു പൊതുനയം. മുൻകാലങ്ങളിലൊക്കെ തന്നെ അത്തരത്തിൽ അക്രമ പ്രവർത്തനങ്ങൾ നടത്തി സംഘർഷങ്ങൾ സൃഷ്ടിച്ച് സഹകരണ പ്രസ്ഥാനങ്ങൾ പിടിച്ചെടുത്തുമായി ബന്ധപ്പെട്ട പരാതികൾ നിലവിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സഹകരണ പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന, ഞാൻ എന്നതിനപ്പുറത്ത് നമ്മുടെ സർക്കാർ തന്നെ സഹകരണ പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്താനും കൂടുതൽ ആളുകളെ, യുവജനങ്ങളെയും സമൂഹത്തിലെ എല്ലാ തുറയിൽപ്പെട്ട ആളുകളെ സഹകരണ പ്രസ്ഥാനങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള നീക്കത്തെ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അതൊരു സഹകരണ ജനാധിപത്യം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണമെന്നുള്ളതാണ് ആ കാര്യത്തിലുള്ള നിലപാട്. എല്ലാം തന്നെ നയപരമായ കാര്യങ്ങളാണ്. ഇപ്പോൾ കേരള ബാങ്ക് രൂപീകരണത്തിൻ്റെ സമയത്ത് UDF ആശയപരമായ ഒരു എതിർപ്പ് പറഞ്ഞിരുന്നു. കാരണം നമ്മുടെ സംസ്ഥാനത്തൊരു 3 ടയർ സിസ്റ്റമാണ് ഉള്ളത്. 1629 കാർഷിക ക്രെഡിറ്റ് സംഘങ്ങൾ പാക്സിൻ്റെ തുടങ്ങി, അതിനു മുകളിൽ ജില്ലാ സഹകരണ ബാങ്കുകളും, അതിനു മുമ്പിൽ കേരള സംസ്ഥാന കോപ്പറേറ്റീവ് ബാങ്കും ഉൾപ്പെടുന്ന സുശക്തമായ ഒരു സംവിധാനമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. അപ്പം ഈ ഓരോ ജില്ലാ ബാങ്കുകളും വളരെ RBI അംഗീകാരമുള്ള സ്വതന്ത്ര സംവിധാനങ്ങളുമായിരുന്നു. അപ്പോഴാണ് ഇതിനെ അമാൽഗമേറ്റ് ചെയ്ത് കേരള ബാങ്ക് രൂപപ്പെടുത്തിയത്. മലപ്പുറം ജില്ല മാത്രമാണ് ആ കാര്യത്തിൽ കേസുമായി മുന്നോട്ട് പോയത്. അപ്പം അന്നത് രൂപീകരിക്കാൻ എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന അഭിപ്രായം അന്ന് മുതൽ തന്നെ UDF പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. കാരണം അത് താഴെയുള്ള നമ്മുടെ പ്രാഥമിക ബാങ്കുകളുടെ നിലനിൽപ്പിനെ തന്നെ, അല്ലെങ്കിൽ പ്രാഥമിക ബാങ്കുകളെ ശക്തിപ്പെടുത്തുന്ന ഒരു തീരുമാനമായിരുന്നില്ല. കാരണം ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം കൊടുത്തുകൊണ്ടിരുന്നത് ഈ ജില്ലാ ബാങ്കുകളായിരുന്നു. മാത്രമല്ല 2 ജില്ലാ ബാങ്കുകൾ ഒഴികെ ബാക്കിയെല്ലാം തന്നെ ലാഭത്തിലുമായിരുന്നു. അന്നങ്ങനെ ഒരു എതിർപ്പുണ്ടായെങ്കിലും കേരള ബാങ്ക് രൂപപ്പെട്ടു. കേരള ബാങ്ക് ഇപ്പോൾ നിലവിൽ ഒരു സംവിധാനമായി നിലനിൽക്കുന്നുണ്ട്. മലപ്പുറത്തെ സംബന്ധിക്കുന്ന കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. എന്താണെങ്കിലും ഇപ്പോൾ നിലവിൽ നയപരമായി അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഒന്നും തന്നെ എടുത്തിട്ടില്ല. UDFന്റെ നയം നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങളെയും സഹകരണ മേഖലയും ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്, സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം തീരുമാനങ്ങളെല്ലാം തന്നെ അതിനുകൂടി അനുസൃതമായിരിക്കും. അപ്പം അതുകൊണ്ട് മുൻകൂറായിട്ടൊരു അഭിപ്രായം ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുന്നത് ഉചിതമല്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ,
അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊന്നും തന്നെ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അതൊരു നയത്തിൻ്റെ കൂടി ഭാഗമായിട്ട് എടുക്കേണ്ട തീരുമാനം. ഒരു ദിവസം കൊണ്ട് ഇപ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ പെട്ടെന്നൊരു തീരുമാനം എടുക്കുക അല്ലെങ്കിൽ തീരുമാനം പ്രഖ്യാപിക്കുക എന്നത് ശരിയായ കാര്യമല്ല. നിലവിൽ അത്തരം ഒരു തീരുമാനവും എടുത്തിട്ടില്ല. കേരള ബാങ്കിലും നിലവിൽ പരമാവധി പ്രോത്സാഹനം കൊടുത്തുകൊണ്ടൊരു സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. അത് സമ്പദ് വ്യവസ്ഥയുടെ മുന്നോട്ടുള്ള പോക്കിന് ഏറ്റവും അനിവാര്യമാണല്ലോ. ഇപ്പോൾ 1,29,000 കോടി രൂപയുടെ ബിസിനസ്സാണ് ഒരു വർഷം കേരള ബാങ്കിൽ മുഖാന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1,29,000 കോടി രൂപയുടെ ഒരു ബിസിനസ് നടക്കുന്ന ഒരു സ്ഥാപനത്തെ, പ്രത്യേകിച്ച് സർക്കാരിന് 45% ഓഹരി ഉള്ള ഒരു പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ഇന്ത്യയിലാകമാനം റിസർവ് ബാങ്ക് ഉൾപ്പെടെ സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനം, നമ്മൾ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിച്ചാൽ ചുരുങ്ങിയ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ജില്ലാ സഹകരണ ബാങ്കുകളില്ലാതെ ഒരു അപ്പെക്സ് ബോഡി മാത്രമുള്ള ഒരു സംവിധാനം നിലനിൽക്കുന്നത്. കേരളത്തിലാണ്, വലിയ സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ മാത്രമാണ് ഇത്തരം ഒരു സിസ്റ്റം ഉള്ളത്. അപ്പോൾ വിമർശനങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട വീണ്ടും ജില്ലാ സഹകരണ ബാങ്കുകൾ പുനഃസ്ഥാപിക്കണമെന്നുള്ള അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട നയപരമായ ഒരു തീരുമാനവും ഇതുവരെ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഏത് തീരുമാനവും എടുക്കുന്നത് അവധാനതയോടെ, കൃത്യമായ പഠനത്തോടെ, അത് ഏത് തരത്തിലാണ് സഹകരണ പ്രസ്ഥാനങ്ങളെയും സമ്പദ് വ്യവസ്ഥയ്ക്കും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് പഠിച്ചുകൊണ്ട് മാത്രമേ ഏത് തീരുമാനവും സ്വീകരിക്കുകയുള്ളൂ. അല്ല, അങ്ങനെ കേരള ബാങ്ക് ഇപ്പോൾ തുടരുകയാണല്ലോ. ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, അതൊരു പഠനത്തിലും കാര്യത്തിനും ശേഷം മാത്രമേ, അല്ലാതെ ഇപ്പോൾ പെട്ടെന്ന് കേരള ബാങ്ക് നാളെ വെട്ടിമുറിക്കും എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. അത് പറയുന്നതും ശരിയായ ഒരു കാര്യമല്ല. ഏത് തീരുമാനവും അവധാനതയോടുകൂടി കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാകുന്ന, സഹകരണ മേഖലയ്ക്ക് ഗുണകരമാകുന്ന തീരുമാനങ്ങൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. പലതരത്തിൽ നേതൃത്വത്തിലാണ് പറഞ്ഞത്. പലതരത്തിലുള്ള നിയമ പോരാട്ടം നടന്നു. അതിനിടയ്ക്ക് സർക്കാർ